നിലവിലെ ആദായ നികുതി നിയമം ലളിതമാക്കുന്നതടക്കമുള്ള പരിഷ്കരണങ്ങളുമായി പുതിയ ആദായ നികുതി ബിൽ കേന്ദ്രം അവതരിപ്പിച്ചേക്കും. ആദായ നികുതി നിയമങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും പേജുകളുടെ എണ്ണം ഏകദേശം 60% കുറയ്ക്കുവാനും ഉദ്ദേശിച്ചാണ് പുതിയ ആദായ നികുതി ബിൽ അവതരിപ്പിക്കുന്നത്. 6 പതിറ്റാണ്ട് പഴക്കമുള്ള 1961 ആദായ നികുതി നിയമത്തിന്റെ സമഗ്രമായ അവലോകനം 6 മാസത്തിനുള്ളിൽ നടത്തുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ ജൂലൈ മാസത്തിലെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. നിലവിലുള്ള നിയമത്തിലെ ഭേദഗതിയല്ല, പുതിയ നിയമമായിരിക്കും ഇതെന്ന് ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിച്ചു. നിലവിൽ കരട് നിയമ മന്ത്രാലയം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം പകുതിയിൽ ബിൽ പാർലമെന്റിൽ കൊണ്ടുവരാനാണ് സാധ്യത. ജനുവരി 31 മുതൽ ഏപ്രിൽ 4 വരെയാണ് ബജറ്റ് സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യ പകുതി ജനുവരി 31 മുതൽ ഫെബ്രുവരി 13 വരെയാണ്. പ്രസിഡന്റ് ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്യുന്നതോടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കും. തുടർന്ന് 2024-25 സാമ്പത്തിക സർവേ മേശപ്പുറത്ത് വയ്ക്കും. 2025-26 കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിക്കും. കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപനത്തിന് അനുസൃതമായി നിയമത്തിന്റെ അവലോകനത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനും നിയമം മനസ്സിലാക്കാൻ എളുപ്പമാക്കുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. നികുതി തർക്കങ്ങൾ, നിയമ പോരാട്ടങ്ങൾ എന്നിവ കുറയ്ക്കുക കൂടി ലക്ഷ്യമിട്ടായിരുന്നു ധനമന്ത്രാലയത്തിന്റെ നീക്കം. നിയമത്തിന്റെ പുനഃപരിശോധനയ്ക്കായി ആദായ നികുതി വകുപ്പിന് 6500 നിർദ്ദേശങ്ങളാണ് ലഭിച്ചത്. വ്യക്തിഗത ഐടി, കോർപ്പറേറ്റ് നികുതി, സെക്യൂരിറ്റീസ് ഇടപാട് നികുതി, സമ്മാന നികുതി എന്നിവയ്ക്ക് പുറമെ നേരിട്ടുള്ള നികുതികൾ ചുമത്തുന്നത് കൈകാര്യം ചെയ്യുന്ന 1961 ആദായ നികുതി നിയമത്തിൽ നിലവിൽ ഏകദേശം 298 വിഭാഗങ്ങളും 23 അധ്യായങ്ങളുമുണ്ട്. ഇത് ഏകദേശം 60% കുറയ്ക്കാനാണ് പുതിയ നിയമത്തിലൂടെ ശ്രമിക്കുന്നത്.